നമസ്കാരം. മുഖ്യമന്ത്രിയെയും മകൾ വീണ വിജയന്റെയും ഗുരുതരമായ അഴിമതി കഥ പുറത്തുകൊണ്ടുവന്ന മാസപ്പടിയിൽ ഇഡിക്ക് പിന്നാലെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. പാർട്ടിയിൽ നിന്നുള്ള പ്രതിരോധങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ പിണറായി വിജയനും മകൾ വീണ വിജയനെയും മാസപ്പടിയിലും തട്ടി വീഴുകയാണ്. മുഖ്യന്റെ വിജിലൻസ് കേസ് ഒതുക്കിയതോടെ വിടില്ലെന്ന മട്ടിലാണ് മാത്യു കുഴൽനാടൻ. മതിയായ രേഖകൾ ഇല്ലെന്ന് പറഞ്ഞ മാത്യു കുഴൽനാടന്റെ ഹർജി വിജിലൻസ് ഒതുക്കി തീർത്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ആ തന്ത്രവും ഇതോടെ പൊളിയുകയാണ്. നേരിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ. കേസിൽ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ കയറിയിറങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടായത്. മകൾ വീണയെ ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും കോടതി രംഗത്ത് വരുന്നത്. കേസിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് ഇഡി അന്വേഷണം നടത്തുന്നത്. ചെറിയ കാലതാമസം ഉണ്ടാകുന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഈ കേസ് തെളിയിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇഡിയും രംഗത്തുള്ളത്. ഇപ്പോൾ അതിന്റെ ഭാഗമായി ഇഡി സമൻസിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് ലിമിറ്റഡ് MD ശശിധരൻ കർത്തയുടെ ആവശ്യം തള്ളുക കൂടെ ചെയ്തിരിക്കുന്നു. ഇതിനു മുൻപും ഇതേ രീതിയിൽ കേസ് അന്വേഷണത്തിൽ നിന്ന് ഇഡിയെ തടയാനുള്ള ശ്രമം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ഇപ്പോൾ ഇതാ ഹൈക്കോടതി കേസിൽ ഇടപെടുന്നു എന്ന റിപ്പോർട്ട് കൂടി പുറത്തുവരുന്നു. വീണ വിജയന്റെ എക്സാലോജി കമ്പനിയും CMRLും തമ്മിലുള്ള 1.72 കോടി രൂപയുടെ ദുരൂഹ ഇടപാടിൽ ഇഡിയുടെ അന്വേഷണവും ഇപ്പോൾ നടക്കുകയാണ്. മുഖ്യമന്ത്രിക്കും മകൾക്കും ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് മാത്യു കുഴൽനാടൻ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. കരിമണൽ ഖനനം ചെയ്യുന്നതിനായി CMRL കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി ലഭിച്ചുവെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. അതും കോടികളുടെ ഇടപാട്. ആരോപണം തെളിഞ്ഞതോടെ മുഖ്യമന്ത്രിയും മകളും ഉരുണ്ടു കളിക്കാൻ തുടങ്ങി. ഇപ്പോഴത്തെ കേസ് വിടാതെ തുടരുകയാണ് മാത്യു കുഴൽനാടൻ. കേസുമായി ബന്ധപ്പെട്ട CMRL MD ശശിധരൻ കർത്തയെ വീട്ടിലെത്തി ഇഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. SFIOയുടെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇഡി അന്വേഷണവും ആരംഭിച്ചത്. CMRL MD ശശിധരൻ കർത്തയ്ക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. മാസപ്പടി കേസിലെ സ്വാഭാവിക ഇടപെടൽ മാത്രമാണ് ഇതെന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. താൻ അഴിമതിക്കാരനാണെന്ന് സ്ഥാപിക്കാനാണ് ചിന്നക്കനാൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഇടുക്കി വിജിലൻസിൽ 20 പേരെ പ്രതിയാക്കി പിണറായി വിജയൻ കേസെടുത്തതെന്ന് മാത്യു കുഴൽനാടൻ നേരത്തെ പറഞ്ഞു. സർക്കാർ നടത്തുന്നത് അധികാര ദുർവിനിയോഗമാണ്. അന്വേഷണത്തിന്റെ പേരിൽ പുകമറ സൃഷ്ടിച്ച് ദ്രോഹിക്കാനാണ് ശ്രമമെങ്കിൽ നിയമപരമായി തന്നെ നേരിടുമെന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ നേരത്തെ പറഞ്ഞിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അത്തരത്തിൽ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചത്. ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. 1, 2, 3 അല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ അഴിമതിയിലും മുഖ്യമന്ത്രിയുടെ കുടുംബമുണ്ടെന്നും കേരള ചരിത്രത്തിലെ അഴിമതിക്കറ പുരണ്ട മുഖ്യമന്ത്രിയും സർക്കാരുമാണ് ഇതെന്നും അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും കേസിൽ നിന്നും ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടുന്ന മുഖ്യമന്ത്രിയുടെ രീതിയല്ല, മറിച്ച് തെളിവുകൾ നിരത്തിക്കൊണ്ട് കേസിനെ നേരിടാനാണ് മാത്യു കുഴൽനാടന്റെ തീരുമാനം എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്.